Hello guys, welcome to Castroller Movie Review Channel Media. ഇന്ന് പറയാൻ പോകുന്നത് മഹാരാജ്, സ്റ്റാറിങ് വിജയ് സേതുപതി, ദിവ്യ വർഗീസ് കന്യ, അഭിരാമി ആൻഡ്രിയ കശ്യപ്, അഭിരാമി ചേച്ചി, മമിത നന്ദാസ്, നട്ടരാജൻ സുബ്രഹ്മണ്യം, സിംഗംപുല് ഹിസ് എ കോമഡിയൻ, തമിഴ, മനീഷ് കാന്ത്, അരുൺ ദോസ് എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഡയറക്റ്റ് നെറ്റിൽ വരുന്ന ഒരാളാണ്. അയാളുടെ വേറെ പടം ഒന്നും കണ്ടിട്ടില്ല, അറിയില്ല. പടം എങ്ങനെ ചോദിച്ചാൽ 2024 തമിഴിൽ കണ്ട സ്ക്രീൻ പ്ലേ വെച്ചല്ല സിനിമ. ഇപ്പോൾ അരൺമണി 4 കഴിഞ്ഞാൽ നല്ലൊരു പടം തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് നല്ല സ്ക്രീൻ പ്ലേ, സ്റ്റോറി, മ്യൂസിക് കഴിഞ്ഞാൽ അജനീഷാണ്. ഒരു മിനിറ്റ്, അജനീഷിൻ്റെ അഭിനയതാണ് സിനിമയുടെ ചെയ്യുന്നത്. അറിയില്ലെങ്കിൽ കാന്താര 4 500 കോടി അടിച്ച സിനിമയാണ്. കന്നഡയിൽ രണ്ടാമത് 500 കോടി അടിച്ച സിനിമയാണ്. അത് നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ വളരെ ഷെട്ടിയുടെ പടം. അതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്ന അജനീഷാണ്. മുമ്പ് അവർ തന്നെയാണ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. അത് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഷൻ സ്റ്റുഡിയോസാണ്. സ്റ്റുഡിയോസ് വേറെ ഏത് പടം നേരിട്ടിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. സദർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നുപോയി, രാത്രിയെല്ലാം നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ആൻഡ് ദിസ് ഈസ് വിജയ് സേതുപതിൻ്റെ 50ാമത്തെ പടമാണ്. ആൻഡ് സൂപ്പർ. വിജയ് സേതുപതി എല്ലാവരും ഇമോഷണലായിട്ടാണെങ്കിലും ഇപ്പം എങ്ങനത്തെ സീൻസിലും നല്ല ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ചെയ്തിട്ടുണ്ട്, പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗ്യം. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ഈ പടത്തിൽ കോമഡി ഹ്യൂമർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു അവസാനം പൊടിച്ചിട്ടുണ്ട്. പിന്നെ മുനീഷ് കാന്തിൻ്റെ കോമഡി ഏറ്റവും സൂപ്പർ, നല്ല രീതിയിലുണ്ട്. നമ്മുടെ വിജയ് കോമഡീസൊക്കെ ഫുൾ കട്ടേക്ക് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വലുതായിട്ടില്ല, അത് വേറെ കാര്യം. ഇമോഷണൽ പാക്കേജ് ആക്കി ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ രാജസെല്ലിൽ ഇവനൊക്കെ ഉണ്ട്. രാജസെല്ലിൽ ഇന്ത്യൻ ടീമിൽ ഒരു പ്രൊഫസറുണ്ട്, സാറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അവനുണ്ട്. ഇത് കണ്ട ഇങ്ങനെ പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടിട്ട് എനിക്ക് ഇന്ത്യൻ ഒരു സ്പോയിലറോട് വന്ന ഒരാളാണ്. അയാൾ ഈ സിനിമയും സ്പോയിലറായിരുന്നു. എന്താണ് വെറപ്പിക്കലായിട്ട് കാണിച്ചായിരിക്കും. ഇതിലോട്ട് പടത്തിൻ്റെ സിനിമേൻ്റെ റിവ്യൂ സൂപ്പർ എഡിറ്റിംഗ് ബൈ ഫിലോമിൻ രാജ്. ലിയോയിൽ എഡിറ്റ് ചെയ്ത കണക്കെന്ന് അതിനോട് കുറിച്ച് വേറെ ലെവലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 100 കോടി എല്ലായിടത്തും മേലോട്ട് താങ്ങാണ്ട് ഇവിടെ എന്താ 100 കോടി നീങ്ങിച്ചു. അതേപോലെ കൽക്കിയുടെ റിലീസ് പറഞ്ഞിരിക്കുക. കാരണം ഇത് ജൂണിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ജൂണിൽ തന്നെയാണ് കൽക്കി വന്നിരിക്കുന്നത്. അതുകൊണ്ട് 100 കോടിയിൽ നിന്നായിരിക്കും. ഇടന്നെങ്കിൽ 300 കോടിയിൽ പക്ക ആയന. അത് നല്ല അഭിനയമായിട്ട് ജോൺ വില്ലൻ രാജ് കശ്യപ് എൻ്റെ അപ്പന് വാങ്ങിയവരോട് പറയണം. സല്യൂട്ട് ചെയ്യും. ഞാൻ ഇമേജിനുള്ളിലൊക്കെ വെള്ളത്തിൽ കാണുമ്പോഴും പിന്നെ ഇതുപോലെ വലിയ
ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഒരു സീന് കളഞ്ഞ പോക്കും വേറെ ലെവലായിരുന്നു. ഇങ്ങനൊരു ആദ്യം ഇതിലും നല്ലത് കാണിച്ചിട്ടുണ്ട്. മെയിൻ വില്ലനാണ്. പിന്നെ എന്താ പറയാനുള്ള ദിവ്യഭാരതി സഖ്യമോ പരിപാടിയായിട്ടാണ് ആദ്യം തന്ന മതി പടം താത്ത ബൈ ബൈ എന്ന് പറഞ്ഞ് പക്ഷെ നല്ല വിളിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ദിവ്യഭാരതിക്ക് വേണ്ടി അജ്ജൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്നത് റോളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ വിജയസേതുപതിയാണ് എൻ്റെ കൂടെ അഭിനയിച്ച് ഇനി വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നു വിചാരിക്കുന്നു. അജിത്ത്, സൂര്യ അങ്ങനത്തെ ചിലപ്പോൾ വിജയൻ്റെ കൂടെ ഉണ്ട് പറ്റില്ല. ഇപ്പോൾ റൂമേഴ്സ് അനുസരിച്ച് റൂമേഴ്സ് പറയണത് ഇതാ വിജയൻ്റെ 70ാമത്തെ പടത്തോടെ വിജയൻ നിർത്തുന്നതാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വിജയ് എനിക്ക് ആക്ടേഴ്സിനോട് പറയാനുള്ളത് രാഷ്ട്രീയത്തെ പോകാതിരിക്കുക എന്തെങ്കിലും ചെയ്യും. പക്ഷെ സിനിമ നിർത്തരുത്. കാരണം നിങ്ങളുടെ ഫാൻസ് അത് ഏറ്റെടുത്തെന്ന് വരില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഏറ്റെടുക്കും, ചിലപ്പോൾ ഏറ്റെടുത്തെന്ന് വരില്ല. അത് വേറെ കാര്യം. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യം എൻ്റെ സ്പോയിലറാക്കുന്നില്ല. സ്പോയിലറായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് വേറെ വീഡിയോ എടുക്കേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് പടം എസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ വെയിറ്റിംഗ്. അത് ടീച്ചറിനോട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഹൈപ്പുണ്ട്. നിരാശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബ്രോ സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ദാറ്റ് ബൈ ബൈ ഡെൽറ്റ വസ്കസ്.